നന്ദിനി, തനിക്കില്ലാത്ത ഒരു പരിഗണനയും എനിക്കും ഈ വീട്ടിൽ വേണ്ട. ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. ഓക്കെ? സൂര്യ, ഇത് അച്ഛന്റെ ബർത്ത്ഡേയുടെ ഇൻവിറ്റേഷനാണ്. ഈ ഇൻവിറ്റേഷനാണ് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കാണാൻ പോകുന്നത്. എടാ, ആന്റി അറിയുമ്പോ വലിയ കോലാഹലം തന്നെ ഉണ്ടാവും. എന്തിനാ കോലാഹലം? നന്ദിനിയുടെ പേരില്ലാത്ത ഇൻവിറ്റേഷൻ അവർ കൊണ്ടുവന്നപ്പോ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ നിശബ്ദമായിട്ടിരുന്നു. എന്തുകൊണ്ടാ? എൻ്റെ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയ അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. എടാ, കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗത്തിന്റെ പേര് അമ്മ മറന്നുപോയി. ഞാനത് ചേർത്തു, അത്രേ ഉള്ളൂ. എത്ര സിമ്പിളായിട്ട് നീ ഇത് പറയുന്നേ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ ക്ഷണക്കത്തിലെ നന്ദിനിയുടെ പേര് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ആന്റി ഇപ്പോൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നതെന്നാ. എടാ, അങ്ങനെയാണെങ്കിൽ അപ്പോഴല്ലടാ തിരിച്ചടിക്കണ്ടേ? എടാ, അല്ലെങ്കിൽ എന്നെ എന്തിനു കൊള്ളാം? നന്ദിനിയുടെ പേര് വെച്ച ക്ഷണക്കത്ത് അമ്മ തന്നെ നാട് മുഴുവൻ കൊണ്ട് കൊടുക്കട്ടെ. എന്നിട്ട് അവരിൽ ആരെങ്കിലും നന്ദിനിയുടെ വിശേഷം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൂടി പത്മാ മേഡം പറയട്ടാ. എടാ, നിന്റെ വാശി എനിക്കറിയാം. ജയിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യും. പക്ഷേ ഇതിനിടയിൽ ബലിയാടാവുന്നത് നന്ദിനിയാ. അത് നീ മറക്കാതിരുന്നാ മതി. എടാ, ഇതിപ്പോ അവരെല്ലാരും കൂടെ ചേർന്ന് എന്താണ് പറഞ്ഞുണ്ടാക്കുക? നന്ദിനിയുടെ പേരില്ലാത്തോണ്ട് നന്ദിനി നിന്നോട് ബഹളം വെച്ചു, അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എടാ വിവേക, നീ പറഞ്ഞൊക്കെ ശരിയാ. നന്ദിനിയെ കുറിച്ച് അങ്ങനെ ചില ആരോപണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നുമുണ്ട്. പക്ഷേ അത് പറയുന്ന അവർക്ക് പോലും അറിയാം നന്ദിനി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന്. എടാ, അത്രയ്ക്കൊക്കെ അയാളുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? നന്ദിനിയുടെ സ്വഭാവം മനസ്സിലാക്കുന്നവരായിരുന്നു അവരെങ്കിൽ എത്രയോ മുൻപ് തന്നെ നന്ദിനിയോടുള്ള ആറ്റിറ്റ്യൂഡ് അവർ മാറ്റിയേനെ. എടാ, ആരും ഒന്നും തിരുത്തണ്ട. അവര് നന്ദിനിയെ തീർത്തോട്ടെ, എത്ര വേണമെങ്കിലും തീർത്തോട്ടെ. പക്ഷേ അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രം മതി. മനസ്സിലായ? ആ പിന്നെ നീയും ആരതിയും കൃത്യസമയത്ത് തന്നെ എത്തിക്കണം. ഉഴപ്പിക്കളയരുത്. എടാ, അത് വേണോ? എന്റെ ആരതിയുടെ വരവ് പത്മാന്റിക്കോ മറ്റുള്ളവർക്കോ ഇഷ്ടാവില്ല. എടാ, എനിക്കിഷ്ടാവും, നന്ദിനിക്കും ഇഷ്ടാവും, അച്ഛനും ഇഷ്ടാവും. അതിൽ കൂടുതൽ നീ ആരെയാ നോക്കുന്നത്? നീ വന്നേ പറ്റൂ. എടാ, ആരതി നിർബന്ധമായും നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. മനസ്സിലായ? ഓക്കെ, ഒരു കുഴപ്പമില്ലാതെ ഇതൊന്നും നടന്നു കണ്ടാൽ മതിയായിരുന്നു. എടാ, അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയും വെച്ച് നീ വരണ്ട. കുഴപ്പങ്ങൾ ഉണ്ടാവും, അത് ഞാൻ പരിഹരിക്കുകയും ചെയ്യും. അതൊക്കെ കാണാനുള്ള കണ്ണോടെ വന്നാൽ മതി നീ. മനസ്സിലായ? വിവേക്, ഞാൻ കാണിച്ച ഒരു ദുർവാശി കാരണമാണ് അയാൾ നമ്മുടെ കുടുംബത്തിലെത്തിയത്. അയാളുടെ സമ്മതം ചോദിക്കാതെ ഞാൻ കാണിച്ച ദുർവാശി. ഞാൻ എൻ്റെ ജീവിതം തിരുത്താൻ തുടങ്ങിയത് അതിൽ നിന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് അയാളോടാണ്. അയാള് ആ കുടുംബത്തിലെ ആരുമല്ലെന്ന് പറയുന്നോറും നന്ദിനി ആ കുടുംബത്തിലെ എല്ലാമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര തവണ ഫോൺ വിളിച്ചു, ഈ മമ്മി ഇത് ഫോൺ എടുക്കാത്തെ? മമ്മി ചിലപ്പോഴേ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തോണ്ടിരിക്കായിരിക്കും. ഫോൺ ചിലപ്പോ കാറിനകത്തോ മറ്റോ ആയിരിക്കും.
കയ്യിലിരിക്കുന്ന ഇൻവിറ്റേഷൻ ഏതാണെന്നെങ്കിലും ആന്റിക്കൊന്ന് നോക്കിക്കൂടെ?